ഗസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ കൈകാലുകൾ നഷ്ടപ്പെട്ട ഫലസ്തീനികളുടെ ജീവിതം ദുരിതപൂർണം. പ്രദേശത്തെ മെഡിക്കൽ സൗകര്യങ്ങൾ ഇസ്രയേൽ നശിപ്പിച്ചപ്പോൾ വൈകല്യം സംഭവിച്ചവർക്ക് സഹായ ഉപകരണങ്ങളോട് ലഭ്യമാകാതെ വന്നിരിക്കുന്നു. ഇതോടെ വൈകല്യവുമായി പൊരുത്തപ്പെട്ട് പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോലുമാകാതെ പ്രയാസപ്പെടുകയാണവർ. ചിലർ സ്വന്തമായി കൃത്രിമക്കാലുകൾ നിർമ്മിച്ച് ജീവിതം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നു. 2023 ഒക്ടോബറിൽ സംഘർഷം ആരംഭിച്ച ശേഷം 42,000 ഫലസ്തീനികൾക്കാണ് ജീവിതം മാറ്റിമറിക്കുന്ന തരത്തിലുള്ള പരിക്കുകൾ സംഭവിച്ചത്. ഇവരിൽ ഏകദേശം 6,000 പേർക്ക് അവയവ നഷ്ടം സംഭവിക്കുകയോ കൈകാലുകൾക്കോ നട്ടെല്ലിനോ ഗുരുതര പരിക്കേൽക്കുകയോ ഉണ്ടായി. 2 വർഷത്തിനിടെ ഗസയിൽ അംഗഭംഗം സംഭവിച്ചവരിൽ 4-1 കുട്ടികളാണ്. ഇതോടെ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളോഹരി അംഗച്ഛേദം സംഭവിച്ച കുട്ടികളുടെ സ്ഥലമായി ഗസ മാറി. കൈകാലുകൾ നഷ്ടപ്പെട്ട ഏതാനും ഫലസ്തീൻ കുട്ടികളെ ഗസക്ക് പുറത്ത് ചികിത്സിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. 2023 ഒക്ടോബർ മുതൽ കഴിഞ്ഞ സെപ്റ്റംബർ തുടക്കം വരെ ഗസയിൽ കുറഞ്ഞത് 21,000 കുട്ടികളെങ്കിലും വികലാംഗരാക്കപ്പെട്ടു എന്ന് ഐക്യരാഷ്ട്രസഭയുടെ വികലാംഗ അവകാശങ്ങൾക്കുള്ള കമ്മിറ്റി യുടെ കണക്കിൽ പറയുന്നു. ഐക്യരാഷ്ട്രസഭയുടെ കുട്ടികളുടെ ഏജൻസിയായ യൂണിസെഫിന്റെ കണക്കനുസരിച്ച് ഗസയിൽ 64,000-ലധികം കുട്ടികൾ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്.